കുട്ടികൾക്കായുള്ള പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് അങ്കണത്തിൽ നമുക്ക് ഒരു വിശിഷ്ട അതിഥിയാണുള്ളത്. രാജാക്കാട് കരുണാഭവൻ എന്ന സ്ഥാപനം നടത്തുന്ന ശ്രീമതി ട്രീസ തങ്കച്ചൻ. ശ്രീമതി ട്രീസ തങ്കച്ചൻ്റെ അനുഭവങ്ങളും അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെയും കുറിച്ച് ഇന്ന് നമുക്ക് കേൾക്കാം. ശ്രീമതി ട്രീസ തങ്കച്ചൻ, ഈ മേഖലയിലേക്ക് താങ്കൾ കടന്നു വരുവാൻ എന്താണ് പ്രേരണയായത്? ഇതിലേക്ക് എത്തിച്ച ആ നിമിഷം ഒന്ന് വിവരിക്കാമോ? ഇന്ന് ഞാൻ ഈ ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ ദൈവമാണ് എനിക്ക് ഉൾപ്രേരണ തന്നത്. ഒരു സുപ്രഭാതത്തിൽ 5 വയസ്സുള്ള ഒരു കുഞ്ഞ് ഭവനത്തിലേക്ക് കയറി വന്നു. കുഞ്ഞിനെ സംബന്ധിച്ച് അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആരുമില്ല എന്നാണ് പറഞ്ഞത്. അവൻ്റെ പ്രായം ചെന്ന ഒരു വല്യച്ഛൻ്റെ കൂട്ടത്തിലാണ് കുഞ്ഞ് ഭവനത്തിൽ കയറി വന്നത്. എന്നെ കണ്ടതേ അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. ആ കുഞ്ഞ് എന്നോട് പറഞ്ഞു, ആൻറ്റി എന്നെ ഉപേക്ഷിക്കരുത്, വല്യച്ഛനും എന്നെ ഒത്തിരി തല്ലും, എനിക്ക് അമ്മയില്ല, അച്ഛനില്ല. അന്ന് എനിക്ക് 2 കുട്ടികളായിരുന്നു. ആ കുഞ്ഞുങ്ങളോട് ചേർത്ത് ഞാൻ ഇവനെ വാരിപ്പുണർന്നു. അതോടുകൂടി അവനെൻ്റെ മോനായി, അവന് ഞാൻ അമ്മയായി. അങ്ങനെ ആ മകൻ എൻ്റെ 2 മക്കളോടൊപ്പം ഞങ്ങളുടെ ഭവനത്തിൽ. അപ്പോൾ വല്യപ്പനെ സംബന്ധിച്ച് ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും ആക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ ആ വല്യപ്പച്ചൻ ആ കുഞ്ഞിനെ ഞങ്ങളുടെ കരങ്ങളിൽ തന്നിട്ട് വല്യപ്പച്ചൻ എങ്ങോ പോയി. അതോടുകൂടിയാണ് ഞങ്ങൾ കരുണാഭവന് തുടക്കം കുറിക്കാൻ ഇടയായത്. വീട്ടുകാരുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ പിന്തുണ എങ്ങനെയായിരുന്നു? അവർക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായിരുന്നോ, അതോ അവർ എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നോ? ആദ്യകാലങ്ങളിൽ എൻ്റെ ഹസ്ബൻഡ് ഒഴികെ മറ്റെല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുവാണ്, നാളെ ഇതിൻ്റെ എല്ലാം ദുരന്ത ഫലങ്ങളുണ്ടാകും, ആ ഒരു അവസ്ഥയിലായിരുന്നു അവർക്കന്ന് കാണാൻ സാധിച്ചിരുന്നത്. അതോടുകൂടി പലരും ഞങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ചു. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ വേണ്ടാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു ചിന്തയിലൂടെ അവരെ നയിച്ചു. നമ്മളിപ്പോൾ കൂടുതലും സ്ത്രീകളായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ടല്ലോ അത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായ സ്ത്രീകളുമായി ഇടപെടുമ്പോൾ അവർ പ്രധാനമായും പറയാറുള്ള പരാതികൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർക്കാമോ? ശരിക്കും നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ എല്ലാം ഉള്ളിൽ ഒത്തിരിയധികം സങ്കടമാണ്. ഈ സങ്കടം കേൾക്കാൻ ആരുമില്ല, ഈ സങ്കടങ്ങൾ പറയാൻ ആരുമില്ല. ആ ഉള്ളിൻ്റെ ഉള്ളിലെ വേദന, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലെ സങ്കടം കാണുമ്പോൾ നമുക്കറിയാം സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല. അതിൻ്റെ ഒരു വലിയ വേദനയാണ് ഞാൻ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മമാരും യുവതലമുറയും. എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന പെൺകുട്ടികളെ, അവരുടെ വേദനകളോ അവരുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് കേൾക്കാനോ അവരെ ഒന്ന് ശ്രവിക്കാനോ ആളില്ല എന്നുള്ള ഒരു തോന്നൽ. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക്, അവർ നേരിടുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ നേരിടുന്ന പ്രതിസന്ധികൾക്ക് നമ്മെ കൊണ്ട് എന്തെല്ലാം പരിഹാര മാർഗങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്? എന്നെ സംബന്ധിച്ച് ഭർത്താവ് ഉപേക്ഷിച്ച് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ അവളെ ചേർത്ത് പിടിക്കും. അവളോട് ചോദിക്കും, എന്താ മോളെ നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ വേദനകൾ എന്താണ്? അവൾക്ക് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കും. അവൾ പറയുന്നത് കേൾക്കാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് ഞാൻ കാണിക്കും. സമയം അതിനായിട്ട് ഞാൻ ചെലവഴിക്കും. അങ്ങനെ അവളുടെ ദുഃഖങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം അവൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അന്ന് അന്തി ഉറങ്ങാൻ സ്ഥലമില്ലെങ്കിൽ ആ ഭവനത്തിലേക്ക് അന്ന് ഞാൻ അവിടെ സ്വീകരിക്കും. അതോടൊപ്പം അവരുടെ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടുകയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു കേസുമായിട്ട് ഒരു പെൺകുട്ടി വന്നു. അപ്പോൾ ആ കേസിന് വേണ്ടി അവൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആളില്ല. ആ സമയത്ത് ആ കേസിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റിനെ പോയി കാണുവാനും അതുപോലെ കേസിലേക്ക് ആ മകളെ കൈപിടിച്ച് കൊണ്ടുപോകാനൊക്കെ ഞാൻ ആ മകൾക്ക് വേണ്ടി നിലനിന്നു. അതോടുകൂടി ആ മകള് ജീവിതത്തിൽ ഭർത്താവ് ഒത്തിരിയധികം പീഡിപ്പിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് കോടതിയിൽ നിന്നും നീതി ലഭിച്ചു. അവൾ സൂയിസൈഡ് ചെയ്യാനിരുന്ന പെൺകുട്ടിയാണ്. അവൾ തിരിച്ചു വന്നു ജീവിതത്തിൽ. ഇന്ന് കുഞ്ഞുമായിട്ട് അവൾ ജീവിക്കുന്നു. ഇന്നത്തെ നമുക്കറിയാം, കോളേജിൽ പഠിക്കുന്ന കുട്ടികളോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ എന്നെ ശ്രവിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയോട് എൻ്റെ വേദന എന്ന് പറയാൻ അമ്മയ്ക്ക് സമയമില്ല. അങ്ങനെ ഒത്തിരിയധികം പെൺകുട്ടികൾ അവിടെ കടന്നു വരുന്നുണ്ട്. അപ്പം ഞാൻ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ, മോളെ ഇരിക്ക്, എന്താ മോക്കടെ വിഷമം, സങ്കടം, ആൻറ്റിക്ക് സമയമുണ്ടോ എന്നാണ് ആദ്യം കുട്ടി ചോദിക്കുന്നത്. അവരെ ശ്രമിക്കാൻ ആളുണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയതാണ്, അവരെ ശ്രവിക്കുക എന്നുള്ളത്. കാരണം എന്തൊക്കെ ഒത്തിരി പറയാനുണ്ട്. എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും തിരക്കിലാണ്, ഉൾപ്പെടെ സമൂഹത്തിൽ എല്ലാവരും തിരക്കിലാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യുവതലമുറയെ ശ്രവിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവരെ ഒന്ന് ശ്രവിക്കുക, ഇവരെ
നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന്. അതിന് നമ്മളെല്ലാവരും തിരക്കിലാണ്. പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടി സമയം ചെലവഴിച്ച് മണിക്കൂർ അവരോട് കൂടി ആയിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒത്തിരിയധികം കണ്ണീരോടുകൂടി ഇവർ പറഞ്ഞ് സമാധാനത്തിലേക്ക് ഇവരെത്തിച്ചേരുന്ന, നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന മുഖമല്ല, പിന്നെ ആ മുഖത്തെ എല്ലാം ഭാവങ്ങൾ മാറി, ആ സങ്കടങ്ങൾ മാറി സന്തോഷമായ ഒരു മുഖഭാവത്തോടു കൂടി ആൻറ്റി ഇനി ഇടയ്ക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞ് കടന്നു പോകുന്ന കുട്ടികൾ. അങ്ങനെ പോകുന്ന കുട്ടികൾ തിരിച്ചു വരാറുണ്ടോ? എന്തെങ്കിലും തിരിച്ചു വന്ന് ഒരു നന്ദി പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങയുടെ പ്രവർത്തനങ്ങളോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കാനോ അവർ തയ്യാറാകാറുണ്ടോ? പലപ്പോഴും എൻ്റെ ഭവനത്തിൽ 15 വർഷമായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവള് മരിക്കാൻ വേണ്ടി ഒരുങ്ങിയതാണ്. ആ പെൺകുട്ടി ഇന്ന് വീട്ടുകാർ വർഷങ്ങളായിട്ട് 10 വർഷം, കാരണം ജീവിതത്തിൽ അവൾക്കൊരു തെറ്റുപറ്റി, അതിൻ്റെ വെളിച്ചത്തിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. 10 വർഷമായിട്ട് വീട്ടുകാരുടെ യാതൊരു ബന്ധമില്ലായിരുന്നു. അങ്ങനെ ആ വ്യക്തിയെ ചേർത്ത് പിടിച്ചത് ഞാൻ മാത്രമാണ്. അങ്ങനെ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇന്ന് വലിയൊരു ശുശ്രൂഷകയാണ്. അതോടൊപ്പം അനേകരെ അവള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പ്രശ്നങ്ങളായിട്ട് വരുന്നവരെ. മറ്റൊരു കാര്യം, നമുക്ക് വിമൻ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം ഇന്നത്തെ കാലത്ത് അത് എത്രമാത്രം പ്രസക്തമുള്ളതാണ്. നമുക്കത് നമ്മുടെ ജീവിതത്തിലും അതുപോലെ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കുടുംബങ്ങളിൽ ഒത്തിരിയധികം പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമാണിത്. അത് വലിയൊരു പങ്ക് വഹിക്കുന്നത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ആയിരിക്കും. സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണിന്റെ ദുരുപയോഗമാണ് പ്രധാനമായിട്ടും. പക്ഷേ ഭർത്താക്കന്മാരുടെ മദ്യപാനവും അതുപോലെ വേണ്ട കെയറിങ്ങും കിട്ടാതെ വരുമ്പോൾ പെൺകുട്ടികൾ ഒത്തിരിയധികം വേദനിക്കുന്നുണ്ട്. കുഞ്ഞിന് സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ല. വൈകുന്നേരങ്ങളിൽ ഭർത്താക്കന്മാരും മദ്യവെച്ച് കടന്നു വരുമ്പോൾ പലപ്പോഴും വീടിന് പുറത്തായിരിക്കും, അല്ലെങ്കിൽ ദേഹോപദ്രവമായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറേയൊക്കെ ക്ഷമിച്ചും സഹിച്ചും നോക്കും. അതിനുശേഷം അവർ കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്നും ഇറങ്ങുവാണ്. വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു പെൺകുട്ടി ഒരു കുഞ്ഞുമായിട്ട് വരുമ്പോൾ അവരുടെ മുന്നിൽ ഒരാശ്രയത്തിനോ ആരുമില്ല. അങ്ങനെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പലരും കടന്നു വരുന്നുണ്ട്. ഈ കടന്നു വരുന്നവരെ കുഞ്ഞിനോടുകൂടി ഞാൻ ചേർത്ത് പിടിക്കും. അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: എനിക്കൊന്ന് കിടക്കാൻ ഒരിടം, ഇവിടെയെങ്കിലും ഒരു ജോലി, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്തണം. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ അവർക്ക് കിടക്കാൻ ഒരു സൗകര്യം കൊടുക്കും, കുഞ്ഞിന് വേണ്ട സംരക്ഷണം കൊടുക്കും. അതിനുശേഷം ഇവർക്ക് പറ്റിയ ഒരു ജോലി സ്ഥലം നമ്മൾ കണ്ടെത്തും. അങ്ങനെ ആ കുട്ടികൾ ജീവിതത്തിലേക്ക്, ഇങ്ങനെ വരുന്ന സ്ത്രീകളാണേലും കുട്ടികളാണേലും അവരുടെ പഴയ ജീവിതത്തിലേക്ക്, അതായത് ഭർത്താവുമൊത്ത് ജീവിക്കാൻ തയ്യാറാകാറുണ്ടോ? അപ്പോഴേ ഞാൻ ഭർത്താവിനോട് പറയും, നിങ്ങൾ തമ്മിൽ ആ ഉള്ള സംസാരത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്ഷമിക്കേണ്ട പല മേഖലകളുണ്ട്. അത് ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവളെ ചേർത്ത് പിടിക്കാം. ഇവക്കടെ കുറവുകളോടുകൂടി ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ ആ മകളെ സ്വീകരിക്കുക. അതുപോലെ അവളോട് ഞാൻ പറഞ്ഞു കൊടുക്കും, ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്നതാണ്. കടന്നു വരുന്നത് ആ ഭർത്താവിനെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതി ഉണ്ടാകുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ നിലപാടിൽ വ്യത്യാസം വരും. അങ്ങനെ പലരും സന്തോഷമായിട്ട് തിരിച്ചുപോയി ജീവിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ കടന്നു ചെല്ലാറുണ്ട്. സന്തോഷവാനായിട്ട് ജീവിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കുടുംബമായി ജീവിക്കാനാണ്. അതായത് പരസ്പരം സന്തോഷത്തോടെ സഹിച്ചും ക്ഷമിച്ചും മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും താങ്കൾക്ക് ശുശ്രൂഷ മതിയാക്കാം എന്ന് തോന്നിയിട്ടുണ്ടോ? അത്തരം മടുപ്പുകളെ എങ്ങനെയാണ് മറികടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരമ്മയും കുഞ്ഞിനെയും കൂടെ അഭയം കൊടുത്തു ഞങ്ങളുടെ വീട്ടിൽ. ഒത്തിരി വേദനിക്കുന്നതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒത്തിരി പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകേണ്ട വന്നു. ഒത്തിരി ബുദ്ധിമുട്ട് മാനസികമായിട്ട് അനുഭവിക്കേണ്ട വന്നു. ആ സാഹചര്യത്തിൽ ഇതങ്ങ് നിർത്തിയാലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം അത്രമാത്രം പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകേണ്ട വന്നു. അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയെ എങ്ങനെ മറികടക്കാനായി? അതിനെന്താണ് ചെയ്തത്? പക്ഷേ ആ സമയങ്ങളിൽ ശരിക്കും എനിക്ക് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര ദൈവിക ഇടപെടൽ എനിക്കുണ്ടായി. ഇന്ന് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർക്ക് അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണ് പറയാൻ പറ്റുക? ഇന്ന് സ്ത്രീകൾ നേരിടുന്നതെന്ന് പറഞ്ഞാൽ സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ട് സ്നേഹത്തിൻ്റെ അപര്യാപ്തത അവരുടെ ജീവിതത്തിലുണ്ട്. അവരെ മനസ്സിലാക്കുന്നില്ല. സ്വന്തം അമ്മയ്ക്കാണേലും കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ കടമ്പ തീർന്നു. പിന്നെ നീ കുടുംബമായിട്ട് അവിടെ ചെല്ലുന്ന കുടുംബത്തിൽ വീടാണ് അവരുടെ വീട്. ആ ഒരു അവസ്ഥയിൽ എത്രമാത്രം എങ്ങനെയൊക്കെ സൗഭാഗ്യമുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ എങ്കിൽ പോലും ഞാൻ പറയുന്നു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പെൺകുഞ്ഞിന് എപ്പോഴും ജന്മം കൊടുത്ത അമ്മ അപ്പൻ അത് വലുതാണ്. അപ്പം എന്തെങ്കിലും സങ്കടം ഒരു വിഷമം ഉണ്ടായാൽ ഓടിച്ചെല്ലാൻ അവർ മറ്റേ തലക്കിലുണ്ടെങ്കിൽ, അഥവാ നമ്മളൊരു ഫോൺ വിളിച്ചാൽ മറ്റേ തലക്കിൽ അവരുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു ആശ്വാസം. പക്ഷേ ഇന്നത്തെ തലമുറയിൽ ഞാൻ കാണുന്നത്, കെട്ടിച്ചു വിട്ടു അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് വിട്ടു കഴിയുമ്പോൾ
അത് നീ അവിടെ പ്രശ്നങ്ങളോ വല്ലതും വന്നാൽ നീ അവിടെ കൊണ്ട് മാനേജ് ചെയ്തോ, ക്ഷമിച്ച് ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുക. അവൻ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ പറയുന്നത് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. ആ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് പല അമ്മയും കുഞ്ഞും ആത്മഹത്യ ചെയ്യാനായിട്ട് പല അനാവശ്യ ബന്ധങ്ങൾക്കും ആത്മഹത്യകൾക്കും ഇത് ധാരാളം പ്രേരണ നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. മാതാപിതാക്കൾ തങ്ങളുടെ കെട്ടിച്ചയച്ച മക്കളെ കേൾക്കാൻ തയ്യാറാവാതിരിക്കുക എന്ന ഒരു സാഹചര്യം. നമ്മൾ ലിംഗവിവേചനം പൊതുവെ കേൾക്കുന്ന ഒരു വാക്കാണ്. അതെങ്ങനെ നടക്കുന്നു? അതിനുള്ള പരിഹാര മാർഗം എന്താണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അമ്മ ആഗ്രഹിച്ചത് ആൺകുട്ടിയായിരുന്നു, ജനിച്ചത് പെൺകുട്ടി. വീട്ടുകാരെല്ലാം ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു ആൺകുട്ടീനെ. ഈ പെൺകുട്ടി വളർന്നു വരുമ്പോഴെല്ലാം എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് കാണുമ്പോൾ പറയും, നിന്നെ ഞാൻ ആഗ്രഹിച്ചതല്ലായിരുന്നു, ഞാനൊരു ആൺകുട്ടിയായിരുന്നു, അവനായിരുന്നെങ്കിൽ എന്നെ നന്നായിട്ട് നോക്കിയേനെ, അവൻ ഞാൻ പറഞ്ഞ അനുസരിച്ചേനെ. ഈ വരുന്ന ഈ പെൺകുട്ടി, ഞാൻ ജനിച്ചത് അല്ലെങ്കിൽ ഞാനൊരാണായിട്ടായിരുന്നു ജനിക്കേണ്ടത്, എന്നാൽ എനിക്കിത് കേൾക്കണ്ടായിരുന്നല്ലോ. അവൾ ഒത്തിരി അധികം വേദനയിലേക്ക്, അവളുടെ പഠന മേഖലകൾ ഒത്തിരി അധികം തകർന്നു പോയി. അതോടൊപ്പം തന്നെ അവൾ ഒറ്റപ്പെട്ടെന്നുള്ളൊരു ഫീലിംഗ് ആയി. അമ്മയുടെ അടുത്തുനിന്ന് ഒരു സ്നേഹം കിട്ടാതെ, ഇവള് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് കൗൺസിലിങ്ങിന് പറഞ്ഞതാണ്, അമ്മ പറഞ്ഞത് അമ്മ പ്രതീക്ഷിച്ച ഒരു ആൺകുട്ടിയായിരുന്നു. ജീവിതം മൊത്തം നിരാശയിലേക്ക് പോയി, ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്ക്. പിന്നെ അവൾക്ക് ഞാൻ മറ്റുള്ള കുട്ടികളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവൾ അതിൽ നിന്ന് ഫ്രീ ആയി. അമ്മയെ അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. ഇന്ന് അവൾ PG കഴിഞ്ഞു, ജോലി നോക്കുന്നു പെൺകുട്ടി. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അമ്മമാരെ ഞാൻ പറയുന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരിക്കലും ലിംഗവിവേചനം, കാരണം ഇന്ന് പെൺകുട്ടികളെല്ലാം പഠിച്ച് നല്ല നില വരുന്നുണ്ട്. തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിലൊപ്പം തന്നെ ആണുങ്ങൾ ചെയ്യുന്ന ഏതൊരു ജോലിയും ചെയ്യാൻ തയ്യാറാണ് സ്ത്രീജനങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ലിംഗവിവേചനം പാടില്ല. കാരണം ആരാണ് നമ്മളെ സംരക്ഷിക്കാൻ പോകണമെന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനെയാണ് എന്നാണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? അവർക്ക് സ്വസ്ഥതയുള്ള ഒരു ജീവിതമില്ല എന്നവർ പറയുന്നു. സമാധാനമില്ല, എപ്പോഴും എന്തും സംഭവിക്കാം, എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം അവരുടെ മുമ്പിലിരിക്കുന്നു. ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാര് എന്റെ ജീവിതത്തിൽ സേഫ് അല്ല, എനിക്കൊരു സേഫ് അവിടെ ഇല്ല. തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്നാൽ അവിടെയും എനിക്കൊരു സേഫ് ഇല്ല. അങ്ങനെ ജീവിതത്തില് വഴിമുട്ടി നിൽക്കുന്ന ഒത്തിരി അധികം അമ്മയും കുഞ്ഞുങ്ങളും ഇന്നുണ്ട്. ഒത്തിരി അധികം അമ്മമാര് ഭവനങ്ങളിൽ നിന്നും കുഞ്ഞുമായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ സമൂഹം മാറേണ്ടിയിരിക്കുന്നു. സമൂഹം ശരിക്കും മാറണം. അതോടൊപ്പം സമൂഹം ചേർത്ത് പിടിക്കേണ്ട ഒരു കാലമാണ്. അനാഥാലയങ്ങളുടെയും അഗതി മന്ദിരങ്ങളുടെയും എണ്ണം നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. അനാഥാലയങ്ങളും അഗതി മന്ദിരങ്ങളും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഈ വരുന്നവരെ സംരക്ഷിക്കാൻ ഓരോ സ്ഥാപനത്തിനും ഓരോ ലക്ഷ്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു അമ്മയും കുഞ്ഞിനെ സംരക്ഷിക്കണമെങ്കിൽ അതുപോലുള്ള ഒരു സ്ഥാപനത്തിലുള്ളൂ. പക്ഷെ അവിടെ അവരുടെയൊക്കെയുള്ള സ്ട്രെങ്ത് കഴിഞ്ഞു. 40 ആണെങ്കിൽ 40 അമ്മയും കുഞ്ഞിനെ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വരുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുന്ന ഒരു കുഞ്ഞിനെ മറ്റു സാധാ ഒരു ഓർഫനേജിൽ അല്ലെങ്കിൽ അനാഥാലയത്തിൽ സ്വീകരിക്കത്തില്ല. അപ്പോൾ ഇവരെവിടെയെങ്കിലും ഒരു വീട് എടുക്കും, വീട് സേഫ് അല്ല. അതുപോലെ തന്നെ മറ്റു വഴികളിലേക്ക്, തെറ്റായ ബന്ധങ്ങളിലേക്ക് ഒത്തിരി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വേണ്ട കെയറിങ് പെൺകുട്ടികൾക്ക് കിട്ടാത്തത് കൊണ്ട്. താങ്കളെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഏറ്റവും അധികം സഹായിക്കുന്ന ആരാണ്? പുറത്തുനിന്നുള്ളവരാണോ അതോ കുടുംബത്തിൽ തന്നെയുള്ള കുടുംബാംഗങ്ങളാണോ? കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? കുടുംബത്തിന്റെ ഭർത്താവും മക്കളും സപ്പോർട്ടാണ്. എത്ര പേരാണ് മക്കൾ? സ്വന്തമായിട്ട് പിന്നെ ഭർത്താവ്. മക്കൾ രണ്ടുപേരും കൂടെ തന്നെയാണോ അതോ? ഒരാള് മോൻ കാനഡയിലാണ്, മോള് കെട്ടിച്ചു വിട്ടു. പക്ഷെ എനിക്ക് 8 ദിവസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ ആർക്കും വേണ്ടാത്ത ഒരു സ്റ്റേജിൽ എൻ്റെ കൈകളിലെത്തി. അവനിന്ന് 25 വയസ്സുണ്ട്. അവൻ ഏവിയേഷൻ കഴിഞ്ഞു. അവൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. അതോടൊപ്പം 2.5 വയസ്സുള്ള ഒരു മോനെ, അവനൊത്തിരിയധികം പീഡനമേറ്റതാണ്. പട്ടിയുടെ കൂടെ പൂട്ടിയിട്ടിരുന്നൊരു കുഞ്ഞ്. അവനിപ്പോൾ ഡിഗ്രി ചെയ്യുന്നു, ഇന്റേൺഷിപ്പിന് പോയിരിക്കുകയാണ്. അതുപോലെ ഞാൻ നോക്കുമ്പോൾ മുറിവേറ്റവരെ സ്വീകരിക്കാൻ ഒരു മനസ്സ് ഇന്ന് നമ്മൾക്കുണ്ടെങ്കിൽ ഒത്തിരിയധികം മക്കളെ നമുക്ക് രക്ഷപ്പെടുത്താം. അവരുടെ വേദനയിലും അവരുടെ സഹനങ്ങളിലും അവരുടെ സങ്കടങ്ങളിലും നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് അവരെ ചേർത്ത് നിർത്തി ഞാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം കൊടുക്കണം. അതെല്ലാ മേഖലയിലും അങ്ങനെ ബോധ്യം കൊടുത്തു കഴിഞ്ഞാൽ 6 കുട്ടികൾ ഒരുപോലെ വലിയ കുട്ടികളായിട്ട് എൻ്റെ കൂടെയുണ്ട്. ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന സ്നേഹം അവരത് കരുതില്ല. അവരത് തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവരെവിടെ പോയാലും ജോലി കഴിയുന്നത് ഓടിയെത്തുന്ന ഇവിടെയാണ്. അതോടൊപ്പം വന്നു കഴിയുമ്പോഴും ഒന്നിച്ചൊരു ടൂർ പോകുന്നു. അവരവരുടെ കുടുംബത്തിലേക്ക് വരുന്നത് പോലെ കടന്നു വരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ എനിക്കൊരു വലിയൊരു സന്തോഷമാണ്. എന്നെപ്പോലെ ഞാൻ പറയുന്നത് അനേകർ ഈ രംഗത്തോട്ട് കടന്നു വരണം.
കാരണം വിളവധികം വേലക്കാർ ചുരുക്കം. വിളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുഞ്ഞൊരു തെറ്റ് കാണുമ്പോൾ ഒത്തിരി ശാസിക്കുന്നു, വഴക്ക് പറയുന്നു, നീ ഇറങ്ങി അങ്ങനെ പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ വീടുകളിൽ പൊതുവെ നമ്മൾ കണ്ടറിഞ്ഞിരിക്കുന്നതും കേട്ടറിഞ്ഞിരിക്കുന്നതും സ്ത്രീകൾ വീട്ടിലെ ജോലികൾ ചെയ്യാൻ വേണ്ടിയുള്ളവരാണ്. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക, വീട്ടിലെ ജോലികൾ ചെയ്യുക, അല്ലെങ്കിൽ പുരുഷന്മാർ ചെയ്യുന്നതിനൊപ്പം ഒരു ജോലി ചെയ്യുക എന്നതിന് വളരെയധികം വിലക്കേർപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. എന്നാൽ ഇന്നത്തെ സ്ഥിതികൾ മാറി. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ആണുങ്ങൾ സ്ത്രീകളെ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ ഇന്നത്തെ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും രണ്ടുപേരും ജോലി ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞിനെ നോക്കണം. അതുപോലെ തന്നെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും വീട്ടിലെ ജോലികളെല്ലാം റെഡിയാക്കണം. അപ്പോൾ ഒരുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഒരുപോലെ പ്രവർത്തിച്ചാൽ അവിടെ സ്നേഹമാണ്, അവരുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളില്ല. അതോടൊപ്പം ജോലി ഭാരം ഒത്തിരി കുറവുണ്ട്. കാരണം ഒരമ്മയെ സംബന്ധിച്ച് ഒത്തിരി ജോലി ഭാരമുണ്ട്. ഭർത്താവ് അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് വരുമ്പോൾ ആ കുടുംബം സ്വർഗമാണ്. പ്രത്യേകിച്ച് ജോലിക്കാരിയായ ഒരമ്മ വളരെയധികം സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഓഫീസിലെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഒരു അധ്യാപികയാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ, വീട്ടിലെ ജോലി ഭാരം, കുഞ്ഞുങ്ങളെ നോക്കേണ്ട കാര്യം, അങ്ങനെ ഒരുപാട് സംഘർഷങ്ങളിലൂടെയാണ് അവർ കടന്നു പോരുന്നത്. നമ്മൾ പഴയ ഒരു തലമുറയിൽ അമ്മ വീട്ടിലിരിക്കുക, മക്കളെ വളർത്തുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ അങ്ങനെയല്ല, രണ്ടുപേരും ജോലി ചെയ്താലേ ഒരു കുടുംബം സന്തോഷമായിട്ട് സമാധാനമായിട്ട് സാമ്പത്തിക ഭദ്രതയോടെ മുന്നോട്ട് പോകുള്ളൂ. അതുമല്ല വിദ്യാഭ്യാസമുണ്ട്. ഇന്ന് പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കും. അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരാണ് ഇന്നത്തെ തലമുറ. സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതത്തിന് സ്ത്രീകൾ ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? സ്ത്രീകളെ സംബന്ധിച്ച് അവര് പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്ക് ഒരു വലിയ കെയറിങ് കൊടുക്കണം. അതുപോലെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ സാധിക്കും. ഭർത്താവിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ഭാര്യ രാവിലെ ജോലിക്ക് പോകുന്നു, ജോലി മേഖലയിൽ ഒത്തിരി അധികം ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം, ഒത്തിരി പ്രതിസന്ധികൾ. ഇപ്പോൾ വരുമ്പോൾ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഐക്യം കുഞ്ഞുങ്ങൾ വളരും, കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയാണ്. ആ ജീവിതപാത പിന്തുടരാൻ അവർ ശ്രമിക്കും. അത് അവരെ സഹായിക്കും. കാരണം കണ്ടുപിടിക്കുന്നത് ഈ മാതാപിതാക്കൾ എന്ത് പ്രവർത്തിക്കുന്നു, കുഞ്ഞാഗ്രഹിക്കുന്ന അപ്പന്റെ അമ്മയുടെ സ്നേഹമാണ്. പക്ഷെ എപ്പോഴും കിട്ടുന്നില്ല. സന്തോഷങ്ങൾ അവന് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ താങ്കൾക്ക് സാമൂഹികമോ കുടുംബപരമോ ആയ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ അങ്ങനെ വന്നിട്ടില്ല. കാരണം ഞങ്ങൾ ആദ്യം മുതലേ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ഒത്തിരിയധികം കുഞ്ഞുങ്ങൾ അഡോപ്ഷന് പോയ സെൻ്ററാണ്. അതോടൊപ്പം തന്നെ ഒത്തിരിയധികം കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടാൻ പറ്റി. പക്ഷെ അവിടെയെല്ലാം ഞങ്ങൾ ഒത്തിരി വില കൊടുത്തു. ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് രാത്രിയുടെ യാമങ്ങളിൽ കരയുമ്പോൾ അവനെ ഞങ്ങളുടെ കൂടെ കിടത്തുവാനും സ്നേഹം കൊടുക്കുവാനും അതുപോലെ തന്നെ അവൻ എന്ത് ആഗ്രഹിക്കുന്നു അത് ചെയ്തു കൊടുക്കാനായിട്ട് ഞങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ കൊടുക്കുന്നു. അതുപോലെ ഒരു പെൺകുട്ടിയെ വിവാഹ ജീവിതത്തിലേക്ക് അയക്കണമെങ്കിൽ സ്വന്തം ഭവനത്തിൽ ഒരു മോളെ ഒരു മോനെ കെട്ടിച്ചു വിടുന്ന പോലെ തന്നെ അതേ ഉത്തരവാദിത്വത്തോടെ, ഒരുപക്ഷെ അതിനേക്കാൾ മേളിലായിരിക്കണം. അതെ, കാരണം ഞാൻ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച തന്നെ അവിടെ ഒരു കൊച്ചിന് വേണ്ടിയിട്ട് മുറ്റത്തൊരു പന്തലൊരുങ്ങി, കല്യാണ പന്തൽ മനോഹരമായി. പക്ഷെ അതിന് നമ്മൾ വില കൊടുത്തു. വില കൊടുത്താൽ സമൂഹത്തിൽ അങ്ങനെയുള്ളവരും വളർന്നു വരണം. കാരണം ഇവരും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. ചേർത്ത് പിടിക്കുമ്പോൾ 26 കുട്ടികൾ ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും വിവാഹം കഴിഞ്ഞു പോയി. അവർക്കെല്ലാം കുഞ്ഞുങ്ങളായി. ഒരാൾക്ക് 4 കുട്ടികൾ, 3-4 മക്കള്. അവരെല്ലാം കടന്നു വരുന്നത് ഞങ്ങളുടെ ഭവനത്തിലേക്കാണ്. എപ്പോഴെങ്കിലും ഇവരെല്ലാവരും ഒന്നിച്ച് ഭവനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അവർ ഫംഗ്ഷൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിപാടിക്ക് വെക്കുമ്പോഴത്തേക്ക് ഇവർ കുഞ്ഞുങ്ങൾ, അവരുടെ ഹസ്ബൻഡ്, അവരെല്ലാവരോട് ഒന്നിച്ച് വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, നമ്മളൊന്നും ഒത്തിരി കൊടുത്തില്ല, പക്ഷെ അവർക്ക് കിട്ടിയത് വലുതാ. തീർച്ചയായും. പിന്നെ അതുപോലെ അവരുടെ കുടുംബങ്ങളിൽ പ്രശ്നം വന്നാൽ അന്നേരം അതിന് ഞങ്ങൾ ചെല്ലും. നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ അമ്മ എങ്ങനെ ഇടപെടുന്നു അതുപോലെ തന്നെ അമ്മച്ചി, ചേട്ടാ ഇച്ചിരി പ്രശ്നമാണ്, അമ്മച്ചി ഒന്ന് വരാവോ, സമയം മാറ്റിവെച്ച് ഇവൾക്ക് ആരുമില്ല എന്നൊരു അതിനുവേണ്ടി സമയം കണ്ടെത്തി തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതുകൊണ്ട് ആ 26 കുടുംബങ്ങളും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതിൽ ഒത്തിരി അധികം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? പബ്ലിക് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാട് അവർക്കില്ല. ഇത് മറ്റെന്തോ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അതുപോലെ തന്നെ ഇത് മറ്റൊരു എന്തൊക്കെയോ ഇവരെന്തോ ഗൂഢാലോചനകൾ, പോസിറ്റീവായിട്ടല്ല നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മളെന്താ ചെയ്തിരിക്കുന്നത്, അതിൽ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് ഉണ്ട്. കാരണം ഓരോ കുഞ്ഞുങ്ങളും, ആരുമില്ലാത്ത ഓരോ മക്കളും അല്ലെങ്കിൽ ആരുമില്ലാത്ത അമ്മമാർക്ക് ഒരു സപ്പോർട്ടായിട്ട് നമ്മളൊരു കൈത്താങ്ങായിട്ട് നിൽക്കുമ്പോൾ അവരുടെ മുഖത്തെ ആ സന്തോഷവും അവരുടെ ജീവിതത്തിൻ്റെ ആനന്ദം കാണുമ്പോൾ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ആരെന്ത് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച്
ഇന്ന് വരെ ഒരു വേദനയായിട്ട് ഏറ്റവും തോന്നിയിട്ടില്ല. വലിയ സന്തോഷം അതാണ്. സന്തോഷമായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണെന്നാണ് താങ്കൾ കരുതുന്നത്? സാമ്പത്തികം ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വളരെ പ്രധാനമാണ്. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പലപ്പോഴും കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പരിധി വരെ അവർ തന്നെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ നല്ല നിലയിൽ എത്തിക്കണമെങ്കിൽ അവർക്ക് ഒരു ജോലി വേണം, ചെറിയൊരു വരുമാനം. അത് സ്വരൂപ് കൂട്ടി വെച്ചാണ് ഇന്ന് പല അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങളെ ഒരു നല്ല നിലയിൽ എത്തിക്കുന്നത്. ഇതുപോലെ കുടുംബങ്ങളിൽ പ്രശ്നമുള്ളവർ സ്വയമായിട്ട് ഒരു തൊഴിൽ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു വരുമാന മാർഗ്ഗം അത്യാവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുപോലെ ഭാവിയിൽ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് താങ്കൾ ലക്ഷ്യമിടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഒത്തിരി അധികം കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഒത്തൊരുമിച്ച് ഇവർക്ക് വേണ്ട കൗൺസിലിങ്, അതുപോലെ ഇവർ മാനസികമായിട്ട് തകർന്നു പോയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അപ്പോൾ തന്നെ അവരെ വേണ്ട രീതിയിൽ കണ്ട് നമ്മുടെ സമയമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അവരെ ഒന്ന് ശ്രവിക്കാനും അവരുടെ സങ്കടങ്ങളെ കേൾക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും. കാരണം അവർക്ക് നാളെ ഒരു ഭവനം ഒരുങ്ങണമെങ്കിൽ അവർ ഭവനം ഒരുക്കി കൊടുക്കാനും. സ്ത്രീകൾ അനുഭവിക്കുന്ന ആത്മഹത്യ പ്രവണതകൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ നമുക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അതിനായിട്ടായിരിക്കണം കൂടുതൽ നമ്മളെ പോലെയുള്ളവരെ രംഗത്തോട്ട് വരേണ്ടത്. ഇത്തരം ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറയോട് താങ്കൾക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? പുതുതലമുറയിലും ഇത് തന്നെ. കാരണം ഒത്തിരിയധികം കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. ഒത്തിരിയധികം അമ്മമാർ ആരുടെ സഹായം ഇല്ലാതെ വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് യുവതലമുറ മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സംഘടനകളോ രൂപീകരിച്ചുകൊണ്ട് ഇവരെ സഹായിക്കാനായിട്ട് രംഗത്തോട്ട് കടന്നു വരണം. കൈത്താങ്ങാകണം. എനിക്ക് ബക്കറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ കിട്ടിയിരുന്നു. അമ്മ ജനിച്ച ഉടനെ ഷിമ്മിക്കൂടി കെട്ടി വേസ്റ്റ് ബക്കറ്റിലിട്ടു. അതിന് മുകളിൽ പേപ്പർ കീറിയിട്ടു. അമ്മ പോയി. പക്ഷേ ദൈവം ആ കുഞ്ഞിനെ കണ്ടു. ഒരു വ്യക്തി പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ബക്കറ്റ് എടുത്ത്, അപ്പോൾ പേപ്പറാന്ന് ഓർത്തുകൊണ്ട് കുടഞ്ഞിട്ടപ്പോൾ ഒരു കുഞ്ഞ് കിടന്ന് പിടയ്ക്കുന്നു. പെട്ടെന്ന് കവറ് പൊട്ടിച്ചു, കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. കോടതി വഴി കുഞ്ഞ് ഞങ്ങളുടെ കരങ്ങളിൽ വന്നു. 3 വയസ്സായപ്പോഴാ കുഞ്ഞിനെ അഡോപ്ഷന് പോയി. ഇന്ന് അവള് PG കഴിഞ്ഞു, വർഷങ്ങളായി. ഒരു ദിവസം എനിക്കൊരു കോള് വന്നു. അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി, ഭാഗ്യമോൾ എന്ന് വിളിക്കപ്പെടുന്ന ഞാൻ കണ്ണൂരാണ് എൻ്റെ വീട്. അവൾ ചോദിച്ച ഒറ്റ കാര്യം എന്നോട്, എന്നെ രക്ഷപ്പെടുത്തിയതുപോലെ എനിക്ക് അനേകം കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണം. അതിന് വേണ്ടുന്ന സപ്പോർട്ടും അതിന് വേണ്ടുന്ന ഗൈഡൻസും എനിക്ക് ചെയ്തു തരാമോ? അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നതുകൊണ്ട് മറ്റുള്ളവരുടെ വേദനകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. അപ്പൊ കണ്ണൂർ അവൾ അതിനു വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിന്റെ തുടക്കത്തിലാണ്, ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോഴും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാവുക, നമ്മുടെ സാന്നിധ്യം വേണ്ടപ്പോൾ സാന്നിധ്യം കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുക. അവരിപ്പോൾ മക്കൾ ഉപേക്ഷിക്കുന്ന അമ്മമാരുണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ. അവർക്ക് ഈ പെൻഷൻ കിട്ടൂലോ. അത് 80 വയസ്സും 90 വയസ്സുള്ള ഒരു അമ്മയെ അനാഥാലയത്തിൽ കൊണ്ടുപോയി വിടുമ്പോൾ ഉള്ള ഒരു വേദന നമുക്കറിയാം. പക്ഷെ ആ അമ്മ കാത്തിരിക്കുകയാണ് ഈ പെൻഷൻ എന്റെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അഗതി മന്ദിരത്തിലായിരുന്നിട്ട് കൂടി മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ സ്നേഹത്തിന്റെ അളവ് ഒരിക്കലും ആർക്കും അളക്കാൻ പറ്റില്ല. ഈ സ്ഥാപനത്തിന് പരിമിതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? പബ്ലിക്കിന്റെ സപ്പോർട്ടുണ്ട്. പഠിക്കുന്ന കുട്ടികൾ ഒത്തിരി പേരുണ്ട്. അത് തികയാതെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വീടുകൾ പോകും. അപ്പം അവർ കരുതി വെച്ചിരിക്കുന്ന ദശാംശങ്ങൾ. എൻ്റെ 27 വർഷത്തെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, നമ്മളൊന്ന് തുടങ്ങിയാൽ മതി, ദൈവം പരിപാലിക്കും. ഇത്രയും നേരം സ്ത്രീ ശാക്തീകരണവുമായി സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഇതുവരെ നമ്മോട് സംസാരിച്ചത് രാജാക്കാട് കരുണാഭവനിലെ ശ്രീമതി ട്രീസ തങ്കച്ചനാണ്. എല്ലാവിധ നന്മകളും. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.